യെസ്. ശല്യപ്പെടുത്തേണ്ടി വന്നതിൽ ക്ഷമിക്കണം. ദേശീയവാദി പത്രത്തിന്റെ കറസ്പോണ്ടന്റാണ്. വെറും ഒരു 5 മിനിറ്റ് ലഘുവായ ഒരു അഭിമുഖം. ഞാൻ ഇറങ്ങാൻ തുടങ്ങിയായിരുന്നല്ലോ. 5 മിനിറ്റ് മതി സർ. എന്നെ ഇന്റർവ്യൂ ചെയ്യുന്നതിന്റെ ഉദ്ദേശം? സാർ ഇവിടെ NCC ഓഫീസറായി ചാർജ് എടുത്ത വിവരം ഇന്നലെയാണ് അറിഞ്ഞത്. ജീവൻ തൃണവൽഗണിച്ചും രാജ്യസേവനത്തിനിറങ്ങുന്ന പട്ടാളക്കാരെ പറ്റി ദേശീയവാദി എന്നും എഴുതാറുണ്ട്. ഞങ്ങളുടെ ഒരു പോളിസിയാണത്. ഓ, ഐ സി. പ്ലീസ് കം ഇൻ. താങ്ക് യു സാർ. പ്ലീസ്. ഞാൻ പെട്ടെന്ന് തന്നെ ചോദ്യങ്ങളിലേക്ക് കടക്കുകയാണ്. താങ്കളുടെ സ്വകാര്യ ജീവിതത്തിലേക്ക് ഒന്നെത്തി നോക്കുന്നതിൽ വിരോധമുണ്ടോ? നിങ്ങളുടെ റീഡേഴ്സിന് എന്റെ സ്വകാര്യ ജീവിതത്തിൽ എന്ത് താല്പര്യം ഉണ്ടാവാനാണ്? താല്പര്യമുണ്ട് സാർ. സാറിന്റെ എല്ലാ കാര്യങ്ങളും വിശദമായി എഴുതണമെന്ന് റീഡേഴ്സ് ഭയങ്കര താല്പര്യം പ്രകടിപ്പിച്ചിരിക്കുകയാണ്. റീഡേഴ്സ് താല്പര്യം കാണിക്കാൻ ഞാൻ അങ്ങനെ അറിയപ്പെടുന്ന ആളൊന്നും അല്ലല്ലോ. പക്ഷേ സാറിനെ പറ്റി പലതും അവരറിഞ്ഞു കഴിഞ്ഞു. സാർ ഈ ടൗണിൽ ചാർജ് എടുക്കാനുണ്ടായ കാരണവും എല്ലാവർക്കും അറിയാം. എന്ത് കാരണം? എന്തായിരിക്കും കാരണം? മനസ്സിലായില്ല. നീലത്തടാകത്തിൽ കളിവെള്ളവുമായി കാത്തിരിക്കുന്ന കാര്യമൊക്കെ നാട്ടിൽ പാട്ടാണ് സാർ. നീലത്തടാകമോ? ഫോട്ടോഗ്രാഫ്. ഒന്ന് മാത്രം അറിഞ്ഞാ മതി. ശോഭയെ മറക്കാൻ താങ്കൾ തയ്യാറാണോ? നിങ്ങൾ പ്രേമമായിരുന്നു, പക്ഷെ അവൾ ഇന്നൊരു ഭാര്യയാണ്. നിങ്ങളാണോ എന്റെ പെങ്ങൾക്ക് ഫോൺ ചെയ്ത് ജോസഫ്? ആ ജോസഫ് ഞാനല്ല, ഞാൻ തളത്തിൽ ജോസഫ്. സാർ, ആ പെൺകുട്ടിയെ വെറുതെ വിടൂ. അവളെ കെട്ടിയ ദിനേശന്റെ ജീവിതം തകർക്കരുത്. അയാൾ ഒരു പാവമാണ് സാർ. ശോഭയില്ലാത്തൊരു ജീവിതത്തെ പറ്റി അയാൾക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. ആരാണ് താൻ? ഞാൻ ദേശീയവാദി പത്രത്തിന്റെ കറസ്പോണ്ടന്റ് തളത്തിൽ ജോസഫ്. സരളയ്ക്ക് ഫോൺ ചെയ്ത് താനല്ലേ? എന്നെ പറ്റി കഥകൾ ഉണ്ടാക്കാൻ തനിക്ക് ലൈസൻസ് എന്ന് ആരോടോ? മറ്റൊരുത്തന്റെ ഭാര്യയെ പ്രേമിക്കാൻ തനിക്കാരോടോ ലൈസൻസ്? എന്താ ബാലേട്ടാ? എന്താ ഉണ്ടായത്? ആരെയാള്? തന്റെ കായിക ശക്തിയെ ഞാൻ എന്റെ മനഃശക്തി കൊണ്ട് നേരിടും. ആരാ ബാലേട്ടാ അത്? നിനക്ക് ഫോൺ ചെയ്തില്ലേ? അതേ ഭ്രാന്തൻ. എന്നെ ഈ മനുഷ്യന്റെ കൂടെ ജീവിക്കാൻ വിട്ടിട്ട് ബാലചന്ദ്ര മേനോൻ ചേട്ടൻ ഇത്രയും കാലം എവിടെയായിരുന്നു? മഞ്ഞിന്റെ കുപ്പായമണിഞ്ഞ നീലത്തടാകത്തിൽ ഒരു കളിവള്ളം. ആ കളിവള്ളത്തിൽ നീ വരുമെന്ന പ്രതീക്ഷയിൽ ഞാൻ കാത്തിരിക്കുകയായിരുന്നു. ഇനിയും വൈകുന്നതിൽ അർത്ഥമില്ല. വരൂ, വെളുക്കുന്നതിന് മുമ്പ് നമുക്ക് അതിർത്തി കിടക്കണം. വരൂ. എന്റെ ശോഭയെ കൊണ്ടുപോകല്ലേ. എനിക്ക് മറ്റാരുമില്ല. എനിക്ക് എന്റെ ശോഭയെ വേണം.
എന്തായി കാണിക്കുന്നേ? ഞാൻ അവനെ പിടിച്ചതായിരുന്നു, രക്ഷപ്പെട്ടു കളഞ്ഞു. നമ്മൾ കോളേജിൽ വെച്ച് കണ്ടു, അടുത്തു. എന്റെ നിർബന്ധം കൊണ്ട് ബാലേട്ടൻ നിന്നെ പെണ്ണു കാണാൻ വന്നു. ജാതകപ്പുറത്തും ഇല്ലാത്ത കൊണ്ട് കല്യാണം നടന്നില്ല. ബാലേട്ടന് നീയും കാമുകന്മാരായിരുന്നത്രേ. എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. ഈ ജോസഫ് എന്ന് പറയുന്ന മനുഷ്യൻ എന്തിനാണ് ഈ കഥയുണ്ടാക്കിയത്? നമ്മളുടെ ബന്ധം തന്നെ ഇയാൾ എങ്ങനെ അറിഞ്ഞു? അയാൾ ബാലേട്ടനോട് പറഞ്ഞ പേരിൽ ഒരു പത്രമേ ഇല്ല. ആരാണ് ഈ ജോസഫ്? എന്താണ് അയാളുടെ ഉദ്ദേശം? ഇതല്ലേ ജോസഫ്? ദിലീപ് ചേട്ടാ, ആരെയാണ് നിങ്ങൾ അന്വേഷിക്കുന്നത്? എനിക്കിപ്പോ അറിയണം. വീടിനൊരു ഗേറ്റ് ഉള്ളപ്പോ മതിൽ ചാടിക്കടന്നത് എന്തിനാണെന്ന് എനിക്കറിയണം. പ്രകാശനെ തല്ലിയതും രാത്രിയിൽ പതുങ്ങി വന്ന അച്ഛനെ കൊല്ലാൻ നോക്കിയതും എന്തിനാണെന്ന് വ്യക്തമായി എനിക്കറിയണം. അറിയണോ? എല്ലാം നിനക്കറിയണോ? വേണം. ദിനേശ് ചേട്ടന്റെ കൂടെ ഇനിയും ഞാൻ ജീവിക്കണമെങ്കിൽ എനിക്കത് അറിയണം. എന്നെ കൊണ്ടത് പറയിക്കണം. നിന്റെ ഓരോ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരങ്ങൾ നിന്റെ ഉള്ളിന്റെ ഉള്ളിൽ തന്നെ ഉണ്ടല്ലോ. എന്റെ ഉള്ളിൽ ദിനേശ് ചേട്ടൻ ഇതുവരെ കണ്ടിട്ടില്ലേ? കണ്ടു, കുറെയൊക്കെ ഞാൻ കണ്ടു. പക്ഷെ ഒന്നും നീ കാണിച്ചിട്ടല്ല ഞാൻ കണ്ടു. എന്താ ദിനേശ് ചേട്ടൻ കണ്ടത്? നിന്റെ യഥാർത്ഥ മുഖം. മണ്ണാങ്കട്ട. ജോസഫ് ആണെന്നും പറഞ്ഞ് സരളയുടെ വീട്ടിൽ ചെന്നതും എന്റെ യഥാർത്ഥ മുഖം കാണാനായിരുന്നോ? ഓഹോ, നിനക്കപ്പോൾ സന്ദേശങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലേ? ആദ്യം മുതൽ ഞാൻ നിന്നെ മനസ്സിലാക്കേണ്ടതായിരുന്നു. ഒരന്യപുരുഷൻ സിനിമാ തിയേറ്ററിൽ വെച്ച് നിന്റെ ദേഹത്ത് തൊട്ടത് നീ കാര്യമായി എടുത്തില്ല. നിന്റെ കഴുത്തിൽ താലി കെട്ടിയ നിന്റെ ഭർത്താവ് തൊട്ടടുത്ത സീറ്റിലിരിക്കുമ്പോ നീ വെള്ളിത്തിരയിലെ മോഹൻലാലിനെ കണ്ട് ആസ്വദിക്കുകയായിരുന്നു. തൊലിവെളുപ്പുള്ള വിനോദ് കുമാർ ആലപ്പിയുമായി നീ കൊഞ്ചിക്കുഴഞ്ഞു. ഒടുവിൽ നീലത്തടാകവും കളിവെള്ളവും ബാലചന്ദ്രമേനോനും. ആദ്യമായി പ്രേമിച്ച പുരുഷനെ ഒരു സ്ത്രീക്കും മറക്കാൻ കഴിയില്ലെന്ന് ഡോക്ടർ എഴുതിയിരുന്നത് സത്യമാണ്. എനിക്കതിൽ പരാതിയില്ല. പക്ഷേ നീ എന്തിനാണ് എന്റെ മുമ്പിൽ താലി കെട്ടാൻ കഴുത്ത് നീട്ടി തന്നത്? പറയൂ. എന്റെ ഈശ്വര, എന്തൊക്കെയാണ് ഈ പറയുന്നത്? ആരോടാണ് ഞാൻ കൊഞ്ചിയത്? ആരാണ് ഈ ബാലചന്ദ്രമേനോൻ? സിനിമയിലെ ബാലചന്ദ്രമേനോനല്ല. ഓർമ്മയില്ലേ നിന്റെ പഴയ ബാലേട്ടൻ? നീ സ്നേഹിക്കുകയും നിന്നെ സ്നേഹിക്കുകയും ചെയ്ത നിന്റെ ബാലേട്ടൻ. പക്ഷേ എന്റെ ഭാര്യയ്ക്ക് മറ്റൊരു അവകാശം ഉണ്ടാവുന്നത് എനിക്ക് സഹിക്കില്ല. ഒന്നുകിൽ മേനോൻ, അല്ലെങ്കിൽ ദിനേശൻ. ഞാനത് തീരുമാനിച്ചു കഴിഞ്ഞു.
എന്നെ വിടൂ, എന്നെ വിടൂ, എന്നെ കൊല്ലല്ലേ, എന്നെ കൊല്ലൂ, എന്നെ കൊല്ലല്ലേ. നിങ്ങളൊക്കെ ബാലേന്ദ്രമേനോന്റെ ആളുകളാണ്. ഇവിടെ കൊല്ലല്ലേ, അയ്യോ, മേനോനെ ഞാൻ കൊല്ലും, വിനോദ് കുമാറിനെ ഞാൻ കൊല്ലും, ആ വഞ്ചകിയെ ഞാൻ കൊല്ലും. എല്ലാരും നമുക്ക് കൊല്ലാം. ഭാഗ്യം കൊണ്ട് ആ പെൺകുച്ചി രക്ഷപ്പെട്ടത്. ഇവനവളെ കൊല്ലാൻ നോക്കി സാറേ. ഞങ്ങളെല്ലാരും കൂടെ കുറച്ച് പുറത്തിറങ്ങി നിൽക്കുക. എന്താ പേര്? തളത്തിൽ ദിനേശൻ. എല്ലാവന്റെ കയ്യിൽ തോക്ക്, ജീപ്പ്, ക്യാപ്റ്റൻ വെടി. ടേബിളിലേക്ക് എടുത്ത്. അയ്യോ അമ്മേ, അമ്മേ. കുഞ്ഞെ, ഇനി അവര് നോക്കിക്കോളും. നമ്മളിവിടെ നിന്നിട്ട് കാര്യമൊന്നുമില്ല. പോന്നോളൂ. അച്ഛനും വിവരം അറിയിച്ചിട്ടുണ്ട്. എന്നാ പിന്നെ നേരം കളയണ്ട, പോവല്ലേ? ഞാൻ ഇവിടുന്ന് എങ്ങോട്ടുമില്ല. മോളെ, എന്താ ഉണ്ടായത്? അവൻ നിന്നെ ഉപദ്രവിച്ചോ? അച്ഛ, ദിനേശേട്ടൻ തെറ്റ് മുഴുവൻ എന്റെയാ. ശരിക്കും ആലോചിക്കാതെയും അന്വേഷിക്കാതെയും ഇവന്റെ തലയിൽ നിന്നെ കെട്ടിവെച്ചത് ഞാനാ. സംഭവം പറഞ്ഞ് നിന്റെ അമ്മ തളർന്നു കിടക്ക. വാ പോകാം. ഞാൻ വരുന്നില്ല അച്ഛ. വരുന്നില്ലേ? ഞാൻ നിന്നെ ഇവിടെ വിട്ടിട്ട് പോകാനോ? ദിനേശേട്ടനെ തനിച്ചാക്കിയിട്ട് ഞാൻ വരുന്നില്ല. അവൻ തനിച്ചല്ലല്ലോ, ഇവിടെ വേറെയും ഭ്രാന്തന്മാരുണ്ടല്ലോ കൂട്ടിന്. വരാനാ പറഞ്ഞത്. അച്ഛാ, വേണ്ട കൂട്ട് കയറി. ദിനേശേട്ടനെ ഒറ്റക്കിട്ടിട്ട് കയറങ്ങോട്ട്. ദിനേശ, ശോഭ എവിടെ? ശോഭ എവിടെ? ദിനേശ എഴുന്നേറ്റ് വരൂ, വരൂ. ദിനേശൻ ഭക്ഷണമൊക്കെ ശരിക്കും കഴിക്കണം കേട്ടോ. മരുന്നും. അമ്മയും വീട്ടുകാരൊക്കെ വന്നപ്പോ എന്താ അവരോട് സംസാരിക്കാഞ്ഞേ? അവർക്കൊക്കെ ദിനേശനെ എന്ത് സ്നേഹാണ്. അപ്പൊ ദിനേശൻ അവരെ സ്നേഹിക്കണ്ടേ? ഇനി ഒരാളെ ഞാൻ സ്നേഹിക്കില്ല. ശോഭയെ ഞാൻ സ്നേഹിച്ചു. എന്നിട്ട് അവൾ ആ പട്ടാളക്കാരന്റെ കൂടെ പോയി. ആരും എവിടെയും പോയിട്ടില്ല. എന്നെ പറ്റിക്കാൻ നോക്കണ്ട. ബാലേന്ദ്ര മേനോന്റെ കൂടെ പോയി അവള്.
ദിനേശ, ഹൈസ്കൂളിൽ പഠിക്കുമ്പോ ശോഭയുടെ ആട്ടോഗ്രാഫിൽ ഏതോ ഒരു വികൃതിക്കുട്ടി, അതായത് നിങ്ങൾ പറയുന്ന ബാലചന്ദ്ര മേനോൻ എന്തോ എഴുതി വെച്ചു. ശോഭ അങ്ങനൊരാളെ ഓർമ്മിക്കുന്ന പോലുമില്ല. ക്യാപ്റ്റൻ ബാലൻ വേറെ. ശോഭ അവളുടെ ജീവിതത്തിൽ ഒരാളെ മാത്രമേ സ്നേഹിച്ചിട്ടുള്ളൂ. ആരെയാണത്? ദിനേശനെ മാത്രം. ചെറുപ്പം മുതൽ ദിനേശന്റേത് മാത്രമായ ഒരു ലോകം ഉണ്ടാക്കി. ഒരാളിന്റെ അടിസ്ഥാന സ്വഭാവം രൂപപ്പെടുത്തിയെടുക്കുന്നത് അയാളുടെ സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെയാണ്. ദിനേശന് നല്ലൊരു സുഹൃത്ത് വലയം ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചില്ല. പക്ഷെ സാർ, വാരികയിലെ മനഃശാസ്ത്ര ഡോക്ടർമാർ നിർദ്ദേശിച്ചതനുസരിച്ച് ഇന്ന് വരെ ഞാൻ ജീവിച്ചിട്ടുള്ളൂ. അതാ പറ്റിയത്. ഈ നാലാംകിട വാരികകളിലെ മനഃശാസ്ത്ര വിദഗ്ധന്മാർ പല വായനക്കാരുടെയും സമനില തെറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. ദിനേശൻ എങ്ങനെ ജീവിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് മറ്റുള്ളവരല്ല, ദിനേശനാണ്. ഞാൻ സുന്ദരനല്ല ഡോക്ടർ, ഉയരവും ഇല്ല. ആര് പറഞ്ഞു ദിനേശൻ സുന്ദരനല്ലെന്ന്? ആണിന്റെ സൗന്ദര്യം അവന്റെ പെരുമാറ്റമാണ്, പൗരുഷമാണ്. ലോകത്തെ കിടുകിടാ വിറപ്പിച്ച നെപ്പോളിയനും ഹിറ്റ്ലറിനും ഒന്നും ദിനേശന്റെ അത്രയും പോലും ഉയരം ഉണ്ടായിരുന്നില്ല. എത്രയെത്ര സുന്ദരിമാരാണ് അവരെ പ്രേമിച്ചിട്ടുള്ളത്. കറുകറുപ്പന്മാരായ നീഗ്രോകളെ മദാമുമാർ കല്യാണം കഴിക്കുന്നില്ലേ? ഉണ്ടോ? ദിനേശ, സ്നേഹിക്കുന്നത് ശരീരം കൊണ്ടല്ല മനസ്സുകൊണ്ടാണെന്ന് ദിനേശൻ മനസ്സിലാക്കണം. ശോഭയുടെ കാര്യത്തിൽ ദിനേശൻ ഒരുപാട് പൊസസീവ് ആകാൻ പാടില്ല. എന്ന് വെച്ചാൽ ശോഭ എന്റേത് മാത്രമാണ് എന്നുള്ള അമിതമായ ചിന്ത. എന്നോട് സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ എന്തേ അവൾ ഇതുവരെ എന്നെ കാണാൻ വന്നില്ല? ദിനേശൻ ഉപദ്രവിക്കാൻ നോക്കി അവള് വരുമോ? പേടിയുണ്ടാവില്ലേ? ഇനി ഞാൻ ഒന്നും ചെയ്യില്ല ഡോക്ടർ. എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. ദിനേശനും ശോഭയും എന്നും സന്തോഷത്തോടെ ജീവിക്കുക, അതാണ് എനിക്ക് കിട്ടേണ്ട നന്ദി. തീർച്ചയായും ഇനിയുള്ള ഞങ്ങളുടെ ജീവിതം അങ്ങനെ ആയിരിക്കും ഡോക്ടർ. എനിക്ക് എന്നെ മനസ്സിലാക്കി തന്നത് ഡോക്ടറാണ്. അങ്ങനെ ഒരു മനുഷ്യനാക്കി. വരട്ടെ ഡോക്ടർ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. അമ്മേ, എനിക്ക് സുഖായമ്മേ, പരിപൂർണമായിട്ട് സുഖായി. അച്ഛാ, ആരൊന്ന് ആശുപത്രിയിൽ വരാഞ്ഞ്? ശോഭ എവിടെ? എനിക്ക് ഉടനെ ശോഭയെ കാണണം.
അമ്മ എന്നെ കണ്ട് പേടിച്ചു പോയല്ലേ? എനിക്ക് ചെറിയൊരു മാനസിക രോഗമായിരുന്നു അമ്മേ. ആവശ്യമില്ലാത്ത സംശയങ്ങളായിരുന്നു എന്റെ അസുഖം. ഞാൻ എന്തൊക്കെ വിഡ്ഢിത്തങ്ങളാ കാണിച്ചു കൂട്ടിയതെന്ന് ഡോക്ടർ പറഞ്ഞപ്പോഴാ ബോധ്യായത്. ശോഭ അകത്തില്ലേ? എനിക്ക് അവളോട് മാപ്പ് പറയണം. ദിനേശ, ഞങ്ങൾക്കാകെ കൂടെ അവളൊരു മകളേ ഉള്ളൂ. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഒക്കെ ഞങ്ങളുടെ ഭാഗ്യദോഷാണെന്ന് കരുതിക്കോളാം. ദിനേശൻ തൽക്കാലം പോയിക്കൊള്ളും. അച്ഛ, സത്യമായിട്ടും പറയാണ്, എന്റെ അസുഖം മുഴുവനായിട്ടും മാറി. ക്ലിനിക്കിൽ നിന്ന് എന്നെ ഡിസ്ചാർജ് ചെയ്തു. അമ്മ ഒന്ന് ശോഭയെ വിളിക്കൂ. ഇനി ഒരു പ്രശ്നം ഉണ്ടാവില്ല. സംശയം ഉണ്ടെങ്കിൽ എന്നെ ചികിത്സിച്ച ഡോക്ടറോട് എന്ന് ചോദിച്ചോളൂ. അവൾക്ക് ഇനി നിന്റെ കൂടെ ജീവിക്കണമെന്ന് ആഗ്രഹമില്ല. എന്റെ കൂടെ ശോഭ എങ്ങനെ പറഞ്ഞു? അവളങ്ങനെ പറയില്ലല്ലോ. ശോഭ എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാലോ. മനുഷ്യന് അസുഖം വരുന്നത് ഒരു കുറ്റമാണോ? ഞാൻ ശോഭയെ വളരെയധികം വിഷമിപ്പിച്ചിട്ടുണ്ടെന്നറിയാം. ഇനി ഞാൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാൽ അവളിങ്ങ് പോന്നോട്ടെ. ഒരു പരീക്ഷണത്തിന് എന്റെ മകളെ പറഞ്ഞു വിടാൻ പറ്റില്ല ദിനേശ. ഇരിക്കണമെന്നില്ല, പോയിക്കൊള്ളൂ. അച്ഛാ, ശോഭ എന്റെ ഭാര്യയാണ്. എനിക്ക് അവളോട് സംസാരിക്കണം. എന്റെ കൂടെ വരാൻ അവൾക്ക് ഇഷ്ടമുണ്ടോ ഇല്ലയോ എന്ന് തീരുമാനിക്കേണ്ടത് അവളാണ്. ശോഭ, എന്റെ കൂടെ ജീവിക്കാൻ ആഗ്രഹമില്ലെന്ന് ശോഭ പറഞ്ഞു. ശോഭയ്ക്ക് അങ്ങനെ പറയാൻ കഴിയോ? ശോഭയെ കൂടുതൽ സ്നേഹിച്ചതാണ് എന്റെ രോഗകാരണമെന്ന് ഡോക്ടർ പറഞ്ഞു. ശോഭ എന്നിൽ നിന്ന് അകലുമോ എന്നുള്ള ഭയം. ഞാൻ അങ്ങോട്ട് സ്നേഹിക്കുന്നത്ര ശോഭ ഇങ്ങോട്ട് സ്നേഹിക്കുന്നില്ലേ എന്നുള്ള സംശയം. ആകെ തകരാറിലായ എന്റെ മനസ്സിനെ ന്യായീകരിക്കാൻ വേണ്ടി ഞാൻ കാരണങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചു. അമ്മയും പ്രകാശനും തങ്കമണിയൊക്കെ ശോഭയെ വീട്ടിൽ കാത്തിരിക്കുകയാണ്. ശോഭ ഒരു കുറ്റവും ചെയ്തിട്ടില്ലെന്ന് അവർക്ക് മനസ്സിലായി. എന്റെ മോളെ താൻ വിഷമിപ്പിക്കരുത്. അവള് വരുന്നില്ലെന്ന് പറഞ്ഞില്ലേ? ശോഭ, ഒന്ന് ഇറങ്ങി പോയി അവിടെ നിന്ന്. അച്ഛൻ, ഞങ്ങൾ അവളെ തന്റെ കൂടെ അയക്കുന്നില്ല. തീർന്നില്ലേ? ദിനേശ് ചേട്ടാ,